സംസ്കാരത്തിൽ ജാഗ്രതയും സൂക്ഷ്മതയും ഭയഭക്തിയും നിലനിൽക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഭയഭക്തിയുള്ളവരായി നിസ്കരിക്കുക. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാവും. മുഅ്മിനീന്റെ രണ്ടാമത്തായ ഖാശിഈൻ വഖാലൂ ലനാ ഖാശിഈൻ, എന്നോട് നമ്മോട് ഏറ്റവും ഭയഭക്തിയുള്ളവരായി ആയിരുന്നു അവർ നബിമാരെ കുറിച്ച് പറഞ്ഞു. കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്താൻ. ഭയഭക്തിയുള്ള നിസ്കാരം കിട്ടാൻ എന്ത് വേണം? കൊട്ടുവായിടാതിരിക്കാൻ എന്ത് വേണം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ബുഖാരിയിലെ 212-ാമത്തെ ഹദീസ്, ഇദാ നഅസ അഹദുക്കും വഹുവ യുസല്ലി ഫല്യഖുൽ, ഉറക്കം തോന്നുകയാണെങ്കിൽ ഉറങ്ങിക്കോ, എന്നിട്ട് ഉറക്കം തീർന്നിട്ട് നിസ്കരിച്ചാലും മതി എന്ന്. പിശാച് മനുഷ്യനുറങ്ങുമ്പോൾ 3 കെട്ടുകളിടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒതുവെടുത്ത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് ഒതുവെടുത്ത് നിസ്കരിച്ചാൽ ഓരോ കെട്ടുകളും അഴിയും. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് ആവശ്യമാണ്. ബുഖാരിയിലെ 1042-ാമത്തെ നിസ്കാരത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിചാരം വിട പറയുന്നവന്റെ നിസ്കാരം. ഇതിന് മലയിലെ 4471-ാമത്തെ വിട പറയുന്നവന്റെ നിസ്കാരം അടുത്ത വക്തിനുണ്ടാവൂല എന്ന ഒരു ഓർമ്മയോടുകൂടി ആണ് നിസ്കരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, ഉന്മേഷത്തോടു കൂടി നിസ്കരിക്കണം എന്ന് മുസ്ലിമിലെ 1180-ാമത്തെ ഹദീസ്. അപ്പൊ ഉന്മേഷം വേണം. അപ്പൊ ഭക്ഷണം കഴിച്ചു വരണമെങ്കിൽ അങ്ങനെയാകണം. ഉറക്കം അതിനു മുമ്പ് നിർവഹിച്ചു വരണമെങ്കിൽ അങ്ങനെയാകണം എന്ന് മാത്രമല്ല, ഇതാ ഇഖാമത്ത് കൊടുത്തു ഭക്ഷണം അവിടെ മുമ്പിലുണ്ട് എങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് ബുഖാരിയിലെ 5463-ാമത്തെ ഹദീസിൽ പറയും. അതിനാൽ ഭക്ഷണം ഹാജരുണ്ടായിരിക്കെ നിസ്കാരം ഇല്ല. മലമൂത്ര വിസർജനത്തിന് മുട്ടിയിട്ടുണ്ടെങ്കിലും അത് ഇല്ല എന്ന് മുസ്ലിമിലെ 160-ാമത്തെ. അപ്പോൾ എങ്ങനെയാണോ നിസ്കാരം ജാഗ്രതയോട് കൂടിയാകേണ്ടത്, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു. സാവകാശം, അർത്ഥം അറിഞ്ഞ് ദീർഘമായി നിസ്കരിക്കുക. കയ്യോ കാലോ അനങ്ങേണ്ട ഒരു സാഹചര്യവും ഇല്ലാതാക്കുക. അങ്ങനെ അമ്പുപോലെ നിൽക്കുമായിരുന്നു എന്ന ഹദീസിൽ കാണാം. സഹാബിമാരുടെ നിസ്കാരം അനങ്ങൂല. അപ്പൊ കയ്യും കാലുകളക്കി മാന്തി ചൊറിഞ്ഞ് ഒന്നും ആകാതെ. അപ്പോൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ശരിയായ ഭയഭക്തിയോടുകൂടി നിർവഹിക്കാൻ നിസ്കാരം പരിപൂർണമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അശ്രദ്ധയിൽ നിന്നും അലസതയിൽ നിന്നും അല്ലാഹു ഞങ്ങളെ രക്ഷിക്കട്ടെ. ആയത്തുകളുടെയും ദിക്റുകളുടെയും എല്ലാം അർത്ഥം ഓർമ്മയോടുകൂടി ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. രോഗികൾക്കെല്ലാം അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ വിശ്വാസികൾക്ക് റഹ്മത്തുള്ളാഹി അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.